വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ ഗതിവിധികൾ പ്രവചിച്ചുകൊണ്ട് പ്രമുഖ സർവേ ഏജൻസിയായ ലോക്പോൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ പ്രീപോൾ സർവേകൾ അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഭരണത്തുടർച്ച എന്ന ചരിത്ര ലക്ഷ്യം മുൻനിർത്തി നീങ്ങുന്ന LDFന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് സർവേയുടെ അന്തിമ റിപ്പോർട്ട് പുറത്തു വരുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നടത്തിയ അതിവിപുലമായ ജനഹിത പരിശോധനയുടെയും ശാസ്ത്രീയമായ വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ലോക്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആകെ 140 സീറ്റുകളിൽ UDF 81 മുതൽ 86 സീറ്റുകൾ വരെ നേടി വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പാക്കുമെന്ന് സർവേ ഫലങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. അതേസമയം തന്നെ രണ്ടാം പിണറായി സർക്കാരിന് ഭരണ തുടർച്ച നിലനിർത്താൻ സാധിക്കില്ല എന്നും LDFന് 51 മുതൽ 59 സീറ്റുകൾ വരെയായി ചുരുങ്ങിപ്പോകുമെന്നുള്ള കണക്കുകളാണ് ഇപ്പോഴത്തെ സൂചിപ്പിക്കുന്നത്. BJP നയിക്കുന്ന NDA മുന്നണിക്ക് ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന ലോക്പോൾ സർവേയുടെ റിപ്പോർട്ട് പറയുന്നത്. 0 മുതൽ 2 സീറ്റുകൾ വരെയാണ് NDAക്ക് പ്രവചിക്കപ്പെടുന്നത്. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും മുന്നണികൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. UDF 43% മുതൽ 45% വരെ വോട്ടുകൾ നേടുമ്പോൾ LDF അവിടെ 39% മുതൽ 41% വരെ വോട്ട് വിഹിതത്തിലേക്ക് താഴുമെന്ന സർവേയും വ്യക്തമാക്കുന്നുണ്ട്. NDA 13 മുതൽ 15% വരെ വോട്ട് വിഹിതം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ വർധനമാണെങ്കിലും സീറ്റുകളിലേക്ക് ഇത് പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് ലോക്പോൾ സർവേ സൂചിപ്പിക്കുന്നത്. കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ LDFയുടെ പ്രൊജക്റ്റഡ് സീറ്റായി അവർ പറയുന്നത് 51 മുതൽ 59 സീറ്റ് വരെ LDF നേടുമെന്നും കൃത്യമായി പറഞ്ഞാൽ 39% മുതൽ 41% വരെയാണ് അവരുടെ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് ഷെയർ ഉണ്ടാവുക. മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ടത് UDF ആകട്ടെ 81 മുതൽ 86 സീറ്റുകൾ വരെ നേടി 43% മുതൽ 45% വരെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്നാണ് ലോക്പോൾ സർവേ പറയുന്നത്. NDA ആകട്ടെ 0 മുതൽ 2 വരെ സീറ്റുകൾ നേടുകയും അവിടെ 13 മുതൽ 15% വരെ വോട്ട് ഷെയർ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതൊന്നും കൂടാതെ മറ്റുള്ളവർ 2% മുതൽ 3% വരെ വോട്ട് ഷെയർ ഉണ്ടാകുമെന്നവർ എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്ന്, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ BJPയോ NDAയോ വലിയ തരത്തിലുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് ലോക്പോൾ സർവേ പ്രവചിക്കുന്നത്. എന്നാൽ ഇവിടെ LDF വലിയ തരത്തിൽ തോറ്റുതുന്നമാടുന്ന സാഹചര്യം പല മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്നും ലോക്പോൾ സർവേ പ്രവചിക്കുന്നുണ്ട്. കേരളത്തിലെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ മേഖലകളായ മലബാർ, അതുപോലെ തന്നെ മധ്യ കേരളം, തെക്കൻ കേരളം എന്നിവിടങ്ങളിൽ ഓരോ മുന്നണിയും നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും സർവേ റിപ്പോർട്ട് വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ അഥവാ മലബാർ മേഖലകളിൽ UDFന് വലിയ മേൽക്കൈ ലഭിക്കുമെന്ന് സർവേ എടുത്തു പറയുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ അടിത്തറയും ഒപ്പം തന്നെ UDFിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള ഐക്യവും ഇവിടെ UDFന് വലിയ രീതിയിൽ ഗുണകരമാകുമെന്നും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന മലബാർ മേഖലകളിൽ UDFന് 44%-ലധികം വോട്ട് വിഹിതം ലഭിക്കുമെന്നാണ് സാധ്യതകൾ പറയുന്നത്. ഇതിൽ മലപ്പുറം ജില്ലയിൽ UDF ഏതാണ്ട് പൂർണ്ണമായി മേധാവിത്വം നിലനിർത്തുമെന്നും മുസ്ലിം ലീഗിന്റെ സംഘടനാ ശക്തിയും കോൺഗ്രസിന്റെ ജനസ്വാധീനവും ചേരുമ്പോൾ മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് കാര്യമായ വിള്ളലുകളൊന്നും വീഴ്ത്താൻ കഴിയില്ലെന്നും എന്നാൽ ഇടതുപക്ഷം വലിയ തരത്തിൽ പിന്നോട്ട് പോകുമെന്നും സാധ്യതകൾ പറയുന്നുണ്ട്. എന്നാൽ കണ്ണൂർ പോലുള്ള ഇടതുപക്ഷ കോട്ടകളിൽ LDF വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവ് സംഭവിക്കാതെ തന്നെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുമെന്നും സർവേ എടുത്തു പറയുന്നുണ്ട്. പൊതുവായ ഭരണവിരുദ്ധ വികാരം മലബാറിലെ ഇടതുപക്ഷ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും വിള്ളലുകൾ വീഴ്ത്താനും സാധ്യതകളുണ്ട്. വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങൾ സർക്കാരിനെതിരായ വലിയ ജനപകാരമായി മാറിയിട്ടുമുണ്ട്. ഇത് UDFന് വലിയ സീറ്റ് വർധനവ് നൽകാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് സർവേ വിലയിരുത്തപ്പെടുന്നത്. പാലക്കാട് ജില്ലയിൽ BJPക്ക് മികച്ച വോട്ട് വിഹിതം ലഭിക്കുമെങ്കിലും UDFും LDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നിർണായകമാകുക. മറ്റൊന്ന്, ഇവിടെ പാലക്കാട് നിന്ന് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA വലിയ തരത്തിൽ ഭൂരിപക്ഷം നേടിയാണ് അവിടെ വിജയിച്ചത്. ഏതാണ്ട് ഒരുപക്ഷെ പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം നേടി ജയിച്ച മറ്റൊരു MLA ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും. പക്ഷേ MLA തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുണ്ടായ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി പുറത്താക്കുകയും അത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ BJPയും CPMും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് അവർ എടുത്തു പറയുന്നെങ്കിലും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും സ്ത്രീകളുടെയും അമ്മമാരുടെയും അതുപോലെ തന്നെ വലിയൊരു വിഭാഗത്തിന് പിന്തുണ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അവരിപ്പോഴും ചിന്തിക്കുന്നത് രാഷ്ട്രീയമായി രാഹുലിനെ കുടുക്കിയതെന്ന് തന്നെയാണ് വലിയ തരത്തിലുള്ള സ്ത്രീകളടക്കമുള്ളവർ അവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരം നടക്കാൻ പോവുക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യവും അവിടെ നിർണായകമാകുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. മാത്രമല്ല അവിടെ മത്സരം നടക്കാൻ പോകുന്നത്
LDFും UDFും തമ്മിലാണെന്നാണ് ലോക് പോൾ സർവേ ഇവിടെ പ്രവചിക്കുന്നത്. വടക്കൻ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ UDFിന് അനുകൂലമായ കാറ്റായി മാറുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ UDF തരംഗം തന്നെ പ്രകടമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളുടെ നിലപാട് ഈ മേഖലയിൽ നിർണായകമാകുമെന്നും ഇവർ എടുത്തു പറയുന്നുണ്ട്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും അതുപോലെ കർഷകർക്കിടയിലെ അതിർത്തിയും LDFിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മധ്യ കേരളത്തിൽ UDFിന് 46% വോട്ട് വീതം ലഭിക്കുമെന്നാണ് പ്രവചനമുണ്ടാകുന്നത്. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ നിലപാടുകൾ ഇത്തവണ UDFിന് വലിയ കരുത്തുണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ UDF വലിയ തിരിച്ചുവരവ് നടത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ BJP കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുമെങ്കിലും അത് LDFിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നുള്ള വിള്ളലാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് LDF വോട്ടുകൾ കുത്തകയോടെ ഒരുപക്ഷെ BJPയിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ വിലയിരുത്തപ്പെടുന്നത്. ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങളും പട്ടയ പ്രശ്നങ്ങളും മലയോര കർഷകരെ ഭരണകൂടത്തിനെതിരെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലെ ഭൂരിഭാഗം സീറ്റുകളും UDF തൂത്തുവാരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. LDFിന് 37% വോട്ട് വീതം മാത്രമാണ് ഈ മേഖലയിൽ ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇത് ഇടതുപക്ഷത്തിന് അവരുടെ മുൻകാല സീറ്റുകൾ നിലനിർത്തുന്നതിൽ വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നും വലിയ വിള്ളലുകൾ വീഴ്ത്തുമെന്നുമാണ് ഇവർ സർവേയിൽ പറയുന്നത്. കൊച്ചി നഗരമേഖലകളിൽ UDFിന് വ്യക്തമായ ആധിപത്യം സർവേ പ്രവചിക്കപ്പെടുന്നുമുണ്ട്. തെക്കൻ കേരളത്തിൽ അഥവാ തിരുവിതാംകൂർ മേഖലകളിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ LDFിന് 40%വും UDFിന് 42%മാണ് വോട്ട് വീതം പ്രവചിക്കപ്പെടുന്നത്. പത്തനംതിട്ടയിൽ UDF വൻ മുന്നേറ്റം നടത്തുമെങ്കിലും കൊല്ലം ജില്ലയിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്വാധീനം നിലനിർത്താനും സാധ്യതകളുണ്ട്. കൊല്ലം ജില്ലയിലെ പരമ്പരാഗത വോട്ടുകൾ LDFിനൊപ്പം നിൽക്കുമ്പോഴും യുവതലമുറയിലെ വോട്ടുകൾ UDFിലേക്കാണ് മാറുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ NDA 18%-ലധികം വോട്ട് നേടി മൂന്നാം ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ചില നഗരങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തെത്താനും സാധ്യതകളുണ്ടെന്നും സർവേ പറയുന്നുണ്ട്. എന്നാൽ വിജയ സാധ്യതയുള്ള സീറ്റുകളുടെ കാര്യത്തിൽ UDFിനാണ് നേരിയ മുൻതൂക്കമുള്ളത്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തെക്കൻ കേരളത്തിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴയിലെ തീരദേശ മേഖലകളിൽ പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ അതിർത്തിയും ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടാക്കും. മാത്രമല്ല ഭരണവിരുദ്ധ വികാരം ചർച്ചയാകുമ്പോൾ അതിനൊപ്പം തന്നെ അവിടെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ശബരിമല വിഷയങ്ങളും അതുപോലെ നെയ്വരെ കട്ടെടുത്ത സംഭവങ്ങൾ വരെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതായത് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ LDF സർക്കാർ കൂട്ടുനിന്നതും LDF സർക്കാർ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ അത് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ ചർച്ചയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും UDFിന് അത് ഗുണമാവുകയും LDFിൻ്റെ വോട്ട് ബാങ്കിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ലോക് പോൾ സർവേ ഇവിടെ പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാന ഭരണത്തിനെതിരായ പ്രധാന ഘടകങ്ങളായി ലോക് പോൾ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് വന്യജീവി ശല്യം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളെല്ലാം ഇവരിതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് ഇവിടെ മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ്. അതായത് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വീഴ്ചകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി ഉണ്ടാകുന്നത്. അതിലെടുത്തു പറയേണ്ടത് ആഭ്യന്തരം, അതുപോലെ തന്നെ വന്യജീവി, ഒപ്പം തന്നെ ആരോഗ്യ മേഖല. ഇവിടെ വനവകുപ്പ്, ആരോഗ്യം, വന്യമേഖല, ഈ 3 കാര്യങ്ങളും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലുണ്ടാകുന്ന കെടുകാര്യസ്ഥത, ഇതെല്ലാം സർവേയിൽ വലിയ തരത്തിൽ മുഴച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടതും അത് തന്നെയാണ്. ആരോഗ്യ മേഖല ഒപ്പം തന്നെ ആഭ്യന്തരം, ഇത് രണ്ടും ഒരു കാരണവശാലും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകളും അതുപോലെ ആരോഗ്യ മേഖലയിലെ വീഴ്ചകളും മനുഷ്യൻ്റെ ജീവനെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. അതൊന്നും കൂടാതെ വന്യമേഖലയിലും അതായത് വനമേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സർവേ പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മലയോര മേഖലയിലുണ്ടായ വന്യജീവി ആക്രമണങ്ങളും അതിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടലില്ലാത്തതും കർഷകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. ഇതൊന്നും കൂടാതെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും സാധാരണ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ ലഭ്യതക്കുറവും റേഷൻ കടകളുടെ വിതരണ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ അതിർത്തി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതൊന്നും കൂടാതെയാണ് ആഭ്യന്തര വകുപ്പിന് കീഴിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ആഭ്യന്തര വകുപ്പിന് കീഴിലൂടെ തുടർച്ചയായി ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങളും പോലീസ് ആക്രമണങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിലെല്ലാം ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി എടുത്തു എന്നുള്ളതും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിലുണ്ടാകുന്ന വീഴ്ചകൾ നമുക്കറിയാം. 45ഓളം പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി പ്രശ്നങ്ങളുണ്ടെന്നാണ്
പ്രതിപക്ഷവും BJPയും ആവർത്തിച്ച് പറഞ്ഞ ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. യുവാക്കൾക്കിടയിൽ സർക്കാരിനോടുള്ള അതൃപ്തി വർദ്ധിച്ചിട്ടുണ്ടെന്നും പരീക്ഷാ വിവാദങ്ങളും PSC നിയമനങ്ങളുടെ കാലതാമസവും ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്നും സർവേ എടുത്തു പറയുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിൽ ഉയർന്നു വന്ന വിവിധ അഴിമതി ആരോപണങ്ങൾ മധ്യവർത്തി വോട്ടർമാരെ UDF അടുപ്പിക്കാൻ കാരണമായിട്ടുമുണ്ട്. മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ ഒരുപോലെ UDF കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. LDF വരും നാളുകളിൽ അത് തലവേദന ഉണ്ടാക്കുകയും ചെയ്യും. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയവാദികളെ പച്ചയ്ക്ക് തീവ്രവാദം പറയുന്ന അല്ലെങ്കിൽ വർഗീയവാദം പറയുന്നവരെയൊക്കെ LDF ചുമന്നുകൊണ്ട് നടക്കുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ന്യൂനപക്ഷ സംരക്ഷണം എന്ന നിലപാടിൽ ഇടതുപക്ഷം ഉറച്ചു നിൽക്കുമ്പോഴും പ്രായോഗിക രാഷ്ട്രീയത്തിൽ UDF കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കുന്നതായും സർവേ വിലയിരുത്തുന്നുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിശകലനം പരിശോധിച്ചാൽ ചില കൗതുകകരമായ വസ്തുക്കൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA ശക്തമായ സാന്നിധ്യമാണെങ്കിലും UDF വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. കണ്ണൂർ, ധർമ്മടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDF ശക്തമായി തുടരുമ്പോൾ അഴീക്കോട്, കണ്ണൂർ മണ്ഡലങ്ങൾ UDF നിൽക്കുകയും ചെയ്യും. വയനാട്ടിലെ 3 സീറ്റുകളിലും UDF മേധാവിത്വം പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ LDF പല സീറ്റുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ട് പറയുന്നത്. മലപ്പുറത്ത്, പൊന്നാനി ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ UDF തരംഗം തന്നെ ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത്. പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് വിജയ സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും UDFും ശക്തമായ മത്സരത്തിൽ തന്നെയാണ്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP തരംഗം നിയമസഭയിൽ ആവർത്തിക്കാൻ സാധ്യത കുറവാണെന്നാണ് സർവേ പറയുന്നത്. എറണാകുളത്ത്, കൊച്ചി നഗരത്തിലെ വികസന മുന്നെടുപ്പ് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ ഭാഗത്തിന് ശേഷം അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ വിഭാഗത്തിന് വോട്ട് വീഴ്ത്തൽ ഇടിവുണ്ടായേക്കാമെന്നും ഇത് UDF ഗുണകരമാകുമെന്നും ലോക് പോൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയും തന്ത്രങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. UDF സംബന്ധിച്ചിടത്തോളം നിലവിലെ ഭരണവിരുദ്ധ വികാരം പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഗ്രൂപ്പ് വൈര്യങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നീങ്ങിയാൽ വൻ ഭൂരിപക്ഷം നേടാമെന്നാണ് സർവേ ഫലങ്ങൾ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതും. അതേസമയം തന്നെ LDF ഈ റിപ്പോർട്ടൊരു മുന്നറിയിപ്പാണ്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ജനകീയ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും സർക്കാർ ശ്രദ്ധിക്കേണ്ടി വരും. വന്യജീവി ശല്യം പോലുള്ള അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് പോലുള്ള ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലുള്ള, ഒപ്പം തന്നെ പ്രധാനമായി എടുത്തു പറയേണ്ട ആഭ്യന്തര വകുപ്പിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ മലയോര മേഖലകളിൽ വലിയ തിരിച്ചടി തന്നെ അവർക്ക് നേരിടേണ്ടി വരും. മലയോര മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ പല മേഖലകളിലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യും. NDA സംബന്ധിച്ചിടത്തോളം 15% വോട്ട് വീതം എന്നത് അഭിമാനകരമായ നേട്ടമാണെങ്കിലും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ തുടരുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ സർവേ ഫലങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള ദിശാസൂചിക കൂടിയാണ്. ഫെബ്രുവരി 9 മുതൽ 24 വരെ കേരളത്തിലുടനീളം നടത്തിയ ഈ സർവേയിൽ പങ്കെടുത്ത 42,000 പേരുടെ അഭിപ്രായങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കാണുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുകക്ഷികൾക്ക് തുടർച്ചയായി 3ാം ഭരണം ലഭിക്കുക എന്നത് അസാധ്യമാണെന്ന പതിവ് ശൈലിയിലേക്ക് ജനങ്ങൾ വീണ്ടും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സർവേ ഫലം നൽകുന്ന പ്രധാന സന്ദേശമെന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തു വന്ന ഈ രാഷ്ട്രീയ പ്രവചനം അല്ലെങ്കിൽ ഈ പ്രവചനം രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റാൻ പ്രേരിപ്പിക്കണമെന്നതും സംശയമൊന്നുമില്ല. സ്ഥാനാർത്ഥി നിർണയവും മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും വരും നാളുകളിൽ ഈ ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ UDF കാറ്റാണ് വീശുന്നതെന്നാണ് ലോക് പോൾ സർവേ ഫലങ്ങൾ സംശയമില്ലാതെ വ്യക്തമാക്കുന്നത്. ഭരണകക്ഷിയായ LDF തങ്ങളുടെ വീഴ്ചകൾ തിരുത്താനും UDF ഈ അനുകൂല തരംഗം നിലനിർത്താനും വരും മാസങ്ങൾ നിർണായകം കൂടിയാണ്. ഈ സർവേ ഫലങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും വോട്ടർക്കും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുക കൂടിയാണ്.